അപ്പോൾ നമുക്ക് 102ാമത്തെ പേജിലേക്ക് വരാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ്, അതായത് വ്യത്യസ്ത തരത്തിലുള്ള ജോയിൻറ്റ്സ്. നമുക്കവിടെ ഇതിനു മുമ്പായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. അനലൈസ് ഫിഗർ ഓഫ് ദ ജോയിൻറ്റ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ 4.2. അതായത് ഫിഗർ ഓഫ് ജോയിൻറ്റ്സ് ടേബിളിൽ തന്നിട്ടുണ്ട്, അത് 4.4ലാണ്. എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 102ാമത്തെ പേജിലാണ് ടേബിൾ 4.4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഏതാണ്? 4 തരത്തിലുള്ള ജോയിൻറ്റുകളെയാണ്, വിവിധ തരത്തിലുള്ള അസ്ഥിസന്ധികളെയാണ് തന്നിരിക്കുന്നത്. ജോയിൻറ്റുകൾ എന്ന് വെച്ചാൽ അസ്ഥിസന്ധികളാണ്. ഏതെല്ലാമാണത്? ഒന്നാമത്തെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോളരസ സന്ധി എന്നാണ് അർത്ഥം. രണ്ടാമതായിട്ട് ഹിഞ്ച് ജോയിൻറ്റ്, അതിൻ്റെ അർത്ഥം വിജാഗിരി സന്ധി. മൂന്നാമതായിട്ട് തന്നിരിക്കുന്ന പൈവോട്ട് ജോയിൻറ്റ് അല്ലെങ്കിൽ കീലസന്ധി. നാലാമതായിട്ട് തന്നിരിക്കുന്ന ഗ്ലൈഡിംഗ് ജോയിൻറ്റ് അല്ലെങ്കിൽ തെന്നി നീങ്ങുന്ന സന്ധി. അപ്പോൾ ഈ ഓരോ സന്ധിയുടെയും പ്രത്യേകതകളും അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചും സ്ഥാനത്തെക്കുറിച്ചുമാണ് നമ്മളോട് ഈ ടേബിളിൽ പൂർത്തീകരിക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ അതിലേക്ക് പോവുകയാണ്. ഓക്കെ, ഒന്നാമതായിട്ട് നമ്മൾ പോകുന്നത് ഏതാണെന്ന് വെച്ചാൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. അതായത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, ദ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് അലൗസ് അവർ ബോഡി ഫോർ എ ഗ്രേറ്റർ റേഞ്ച് ഓഫ് മോഷൻ. അതായത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് അല്ലെങ്കിൽ ഗോളരസസന്ധി എന്താണ് ചെയ്യുന്നത്? ഒരു കൂടിയ തരത്തിലുള്ള ചലനത്തിന് നമ്മളുടെ ശരീരത്തെ സഹായിക്കുന്നു. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് അലൗസ്, സമ്മതിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു അവർ ബോഡി, നമ്മളുടെ ശരീരത്തെ ഫോർ ഗ്രേറ്റർ റേഞ്ച് ഓഫ് മോഷൻ, കൂടുതൽ ചലനത്തിന് സഹായിക്കുന്നു. ദേ ക്യാൻ മൂവ് ഇൻ എനി ഡിറക്ഷൻ. അവയ്ക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ചലിക്കാം. ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മസിൽസ്. അവയ്ക്ക് മസിലിൻ്റെ സഹായത്തോടു കൂടി റൊട്ടേറ്റ് ചെയ്യാം അല്ലെങ്കിൽ വട്ടം കറങ്ങാം. എന്താണ് മസിൽസ്? അത് ഏതെല്ലാമാണ് അങ്ങനെ കറങ്ങുന്നതിന് വേണ്ടി സഹായിക്കുന്നത്? മസിൽസ് സഹായിക്കും, ടെൻഡൻസ് സഹായിക്കും, ലിഗമെൻസും സഹായിക്കും. അപ്പം ഈ 3 സഹായത്തോടു കൂടി ബോൾ ആൻഡ് ജോയിൻറ്റ് സോക്കറ്റ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ബോൾ ആൻഡ് ജോയിൻറ്റ് സോക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗോളരസസന്ധി എന്നാണ് പറയുന്നത്. ഈ ഗോളരസസന്ധിക്ക് റൊട്ടേറ്റ് ചെയ്യുവാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ചലനത്തിന് വ്യത്യസ്ത തരത്തിലുള്ള ചലനത്തിനും ഇവ സഹായിക്കുന്നു. അപ്പം നമ്മളോട് ചോദിക്കുവാണ്, ഇനി ഒരു ചോദ്യമായിട്ട് വാട്ട് ഈസ് ബോൾ ആൻഡ് ജോയിൻറ്റ് സോക്കറ്റ് എന്ന് ചോദിച്ചാൽ ഈ ഉത്തരം എഴുതുക. അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ ബോൾ ആൻഡ് ജോയിൻറ്റ് സോക്കറ്റ് എന്ന് ചോദിച്ചാലും ഈ ഉത്തരം എഴുതുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ രണ്ടാമത്തതിലേക്ക് പോവുകയാണ്, ഹിഞ്ച് ജോയിൻറ്റ്. എന്താണ് ഹിഞ്ച് ജോയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഹിഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജാഗിരി എന്നാണ് അർത്ഥം. വിജാഗിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ വാതിൽ അടയ്ക്കുവാനായിട്ട് വെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനാണ് ഹിഞ്ച് ജോയിൻറ്റ് എന്ന് പറയുന്നത്. അപ്പം വിജാഗിരി. ഓക്കെ, ഇവിടെ നമുക്കൊന്ന് നോക്കാം. ഈ വിജാഗിരി സന്ധി അല്ലെങ്കിൽ ഹിഞ്ച് ജോയിൻറ്റിൻ്റെ പ്രവർത്തനം എന്താണെന്ന്. ഹിഞ്ച് ജോയിൻറ്റ്സ് ഒക്യുവർ വേർ 2 ബോൺസ് മീറ്റ്. അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ 2 ജോയിൻറ്റുകൾ ഒന്നിച്ചു ചേരുന്ന സ്ഥലത്താണ് ഹിഞ്ച് ജോയിൻറ്റ് ഉള്ളത്. ഇറ്റ് ഹാസ് എ മൂവ്മെൻറ്റ് ഓഫ് ലോങ് എ സിംഗിൾ പ്ലെയിൻ. അതായത് ഇത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ താഴേക്ക് വരികയും അതുപോലെ തന്നെ മുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. നമ്മുടെ കൈയുടെയൊക്കെ ആ എൽബോ സൈഡിൽ, കാലിൻ്റെ മുട്ടിൽ, കൈയുടെ മുട്ടിൽ ഒക്കെ എവിടെയാണ് എന്താണ് കാണുന്നത്? ഹിഞ്ച് ജോയിൻ്റ് ആണ് കാണപ്പെടുന്നത്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് കാണപ്പെടുന്നത് എന്താണ്? പൈവോട്ട് ജോയിൻറ്റ്. പൈവോട്ട് ജോയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, കീലസന്ധി എന്നാണ് അതിന് പറയുന്നത്. പൈവോട്ട് ജോയിൻറ്റ് എന്ന് വെച്ചാൽ കീലസന്ധി എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? പൈവോട്ട് ജോയിൻറ്റ്സ് ആർ ദോസ് ജോയിൻറ്റ്സ് ദാറ്റ് അലൗ ബോൺസ് ടു റൊട്ടേറ്റ്. ഈ പൈവോട്ട് ജോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ ജോയിൻറ്റുകൾ എന്താണ് ചെയ്യുന്നത്? ബോണുകളെ റൊട്ടേറ്റ് ചെയ്യുവാനായിട്ട്, വട്ടം കറങ്ങുവാനായിട്ട് സഹായിക്കുന്നു. ഇൻ എ പൈവോട്ട് ജോയിൻറ്റ് എ സിലിണ്ടർ ഷേപ്പ്ഡ് ബോൺ റൊട്ടേറ്റ് ഇൻസൈഡ് അനദർ ബോൺ. ഓക്കെ, അപ്പോൾ പൈവോട്ട് ജോയിൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു സിലിണ്ടർ ടൈപ്പിലുള്ള ജോയിൻറ്റ് മറ്റൊരു ബോണിനകത്ത് കിടന്ന് വട്ടം കറങ്ങുന്നു. ഒരേ ലിഗമെൻറ്റ് അല്ലെങ്കിൽ അതൊരു ലിഗമെൻറ്റിനകത്ത് അല്ലെങ്കിൽ മറ്റൊരു ബോണിനകത്ത് കിടന്ന് ഇത് വട്ടം കറങ്ങുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഫോംസ് എ റിംഗ് അറൗണ്ട് ഇറ്റ്. അതൊരു റിംഗ് ആയിട്ട് അതിന് ചുറ്റും നടക്കുന്നു. ഇനി അതിന് ഉദാഹരണം ഏതാണ്? മൂവ്മെൻറ്റ്സ് ഓഫ് അവർ ഹെഡ് ഫ്രം സൈഡ് ടു സൈഡ് ആർ എക്സാമ്പിൾസ് ഫോർ ഇറ്റ്. അതായത് നമ്മളുടെ ഈ
കഴുത്തുണ്ടല്ലോ, കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കൊണ്ട് നമുക്ക് തലയാട്ടാനായിട്ട് സാധിക്കുന്നില്ല. ഈ തലയാട്ടാനായിട്ട് സാധിക്കുന്നത് പൈവോട്ട് ജോയിൻറ്റിൻ്റെ ഒരു പൈവോട്ട് ജോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, കീലസന്ധി. ഈ കീലസന്ധിയുടെ ഒരു പ്രത്യേക കഴിവാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അടുത്തതായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഗ്ലൈഡിങ് സോക്കറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഗ്ലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെന്നി നീങ്ങും. അപ്പോൾ ഗ്ലൈഡിങ് സോക്കറ്റ് എന്ന് വെച്ചാൽ തെന്നി നീങ്ങുന്ന സന്ധികൾ. അത് ഏതാണ്? ഗ്ലൈഡിങ് ജോയിൻ്റ് ഏതാണ്? ഗ്ലൈഡിങ് ജോയിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്ലൈഡിങ് ജോയിൻസ് ഒക്വർ ബിറ്റ്വീൻ ദ സർഫേസ് ഓഫ് ടു ഫ്ലാറ്റ് ബോൺസ്. അതായത് നേരെ ഇരിക്കുന്ന ഒരുപോലെ തന്നെ ഇരിക്കുന്ന രണ്ട് ബോണുകളുടെ ഇടയിലാണ് എന്ത് കാണുന്നത്? ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന രണ്ട് ബോണുകളുടെ ഇടയിലാണ് ഗ്ലൈഡിങ് ജോയിൻ്റ് കാണപ്പെടുന്നത്. ദിസ് ജോയിൻസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ലിഗമെൻറ്റ്സ്. എന്താണ്? ലിഗമെൻറ്റ്സ് ആണ് ഈ ജോയിൻറ്റിനെ ഒന്നിച്ചു നിർത്തുന്നത്. സം ഓഫ് ദ ബോൺസ് ഇൻ അവർ റിസ്റ്റ് ആൻഡ് ആംഗിൾസ് മൂവ് ബൈ ഗ്ലൈഡിങ് എഗൻസ്റ്റ് ഈച്ച് അതർ. അപ്പം നമ്മളുടെ റിസ്റ്റിലും അതുപോലെ തന്നെ ആംഗിൾസിലും ഉള്ള ജോയിൻറ്റുകളാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഈ ഗ്ലൈഡിങ് ജോയിൻ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇവ വർക്ക് ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ 102-ാമത്തെ പേജിൽ ഈ ചിത്രം തന്നിട്ടുണ്ട്. എവിടെയെല്ലാമാണ് ഏതെല്ലാം ജോയിൻറ്റുകളാണ് ഉള്ളത് എന്ന്. ഒന്നാമത്തത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് നിങ്ങൾ കാണുന്നുണ്ട്. എവിടെയാണ്? ആ കൈയുടെ ഒരത്തിൻ്റെ അവിടെയായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. രണ്ടാമതായിട്ട് ഹിഞ്ച് ജോയിൻറ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? കൈമുട്ടിൻ്റെയും കാൽമുട്ടിൻ്റെയും ഒക്കെ അടുത്താണ് കാണപ്പെടുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലയ്ക്കുവാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഏതാണ്? പൈവോട്ട് ജോയിൻറ്റ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? നമ്മളുടെ കഴുത്തിൻ്റെ അവിടെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ കഴുത്ത് നമുക്ക് വട്ടം കറക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുവാനും സഹായിക്കുന്നത്. പിന്നെയുള്ളത് ഏതാണ്? ഗ്ലൈഡിങ് ജോയിൻറ്റ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? നമ്മളുടെ കൈയുടെ വിരലുകളും ആ ഭാഗങ്ങളിൽ കാണപ്പെടുന്നതാണ് ഗ്ലൈഡിങ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ തരാത്ത ഒരു ജോയിൻറ്റ് കൂടെ നിങ്ങളെ ഒന്ന് ജസ്റ്റ് പറയുകയാണ് ഇവിടെ. എലിപ്സോഡിയൽ ജോയിൻറ്റ്സ്. ഞാനിത് പറയണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഒരു ക്വസ്റ്റ്യൻ ഇടുമ്പോൾ ഒരു 80 മാർക്കിൻ്റെ ചോദ്യം പുസ്തകത്തിൽ നിന്ന് വരുമ്പോൾ സാധാരണ ഒരു 10% ഓഫ് ദ ചോദ്യം ചിന്തിച്ചെഴുതാനും ഒരു 10% ഈ സബ്ജക്റ്റിനോട് കണക്റ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ നിന്നും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇതും കൂടി പറയുന്നത്. അതാണ് ഒരു സ്റ്റാൻഡേർഡ് പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ. അതായത് ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിന് ഒരു 40 to 50%, ആവറേജ് സ്റ്റുഡൻറ്റിന് ഒരു 50 to 60% ക്വസ്റ്റ്യൻസും, എബവ് ആവറേജിന് ഒരു 60 to 80%, ഈ എക്സലൻറ്റ് സ്റ്റുഡൻറ്റിന് ഒരു 80 to 95% ആൻസർ ചെയ്യാൻ പരുവത്തിനായിരിക്കും ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കുക, എലിപ്സോഡിയൽ ജോയിൻസ് എന്ന് പറഞ്ഞൊരു ജോയിൻറ്റ് കൂടിയുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്? എലിപ്സോഡിയൽ ജോയിൻസ് ആർ ദ ജോയിൻസ് അറ്റ് ദ ബേസ് ഓഫ് അവർ ഇൻഡെക്സ് ഫിംഗർ. അതായത് നമ്മളുടെ ഇൻഡെക്സ് ഫിംഗറിൻ്റെ ബേസിലാണ് ഈ ജോയിൻറ്റുകൾ കാണപ്പെടുന്നത്. ഇറ്റ് അലൗ ദ ബെൻഡിങ് ആൻഡ് എക്സ്റ്റെൻഡിങ്, റോക്കിംഗ് ഫ്രം സൈഡ് ടു സൈഡ് ആൻഡ് ബട്ട് റൊട്ടേഷൻ ഓഫ് ഇറ്റ് ഈസ് ലിമിറ്റഡ്. ഈ ഇൻഡെക്സ് ഫിംഗറിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള സ്ഥലത്താണ് ഇത് കാണപ്പെടുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, സൈഡിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ റൊട്ടേഷൻ എന്ന് പറയുന്ന പരിപാടി വളരെ കുറച്ചായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പം ഇവയെല്ലാമാണ് നമ്മൾ പറയുന്ന ഈ 5 തരത്തിലുള്ള ജോയിൻറ്റുകൾ. ഇനി ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. റൈറ്റ് ദ പൊസിഷൻ ഓഫ് ബോൾ ആൻഡ് ജോയിൻറ്റ് സോക്കറ്റ്, ഹിഞ്ച് ജോയിൻറ്റ്, പൈവോട്ട് ജോയിൻറ്റ് ആൻഡ് ഗ്ലൈഡിങ് ജോയിൻറ്റ്. അപ്പം ഒന്നാമതായിട്ട് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്സ് ആർ ഫൗണ്ട് ഇൻ ദ ഷോൾഡേഴ്സ് ആൻഡ് ഹിപ്സ്. അപ്പോൾ എവിടെയാണ് ബോൾ ആൻഡ് ജോയിൻറ്റ് സോക്കറ്റ് കാണപ്പെടുന്നത്? നമ്മളുടെ ഷോൾഡറിൽ അല്ലെങ്കിൽ തോളിൻ്റെ സൈഡിലും ഹിപ്സിലുമാണ് കാണപ്പെടുന്നത്. ഇനി ഹിഞ്ച് ജോയിൻറ്റ്സ് എവിടെയാണ് കാണപ്പെടുന്നത്? ഹിഞ്ച് ജോയിൻറ്റ്സ് ആർ ഫൗണ്ട് ഇൻ ദ നീസ്. അതായത് കാൽമുട്ടുകളിൽ, എൽബോസ് കൈമുട്ടുകളിൻ്റെ അറ്റത്ത്, ആംഗിൾസ്, ഫിംഗേഴ്സ് ആൻഡ് ടോസ് വിരലുകളിൽ എല്ലാം ഹിഞ്ച് ജോയിൻറ്റ് കാണപ്പെടുന്നു. ഇനി പൈവോട്ട് ജോയിൻറ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? പൈവോട്ട് ജോയിൻറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ അവർ നെക്ക് ഓർ വ്രിസ്റ്റ് ആൻഡ് അവർ എൽബോ. ഇവ നമ്മുടെ നെക്കിലും അതുപോലെ വ്രിസ്റ്റിലും എൽബോയിലും കാണപ്പെടുന്നുണ്ട്. ഇനി ഗ്ലൈഡിങ് ജോയിൻറ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? ഗ്ലൈഡിങ് ജോയിൻറ്റ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ കാർപ്പൽ ബോൺസ് ഇൻ ദ ഹാൻഡ് ആൻഡ് ഇൻ ദ ടറസൽ ബോൺസ് ഓഫ് ദ ഫുട്ട് ആസ് വെൽ ആസ് ബിറ്റ്വീൻ. അപ്പോൾ ഈ ഫുട്ടിന് ബിറ്റ്വീനായിട്ടും കാർപ്പൽ ബോണിലും ഒക്കെ ആയിട്ടാണ് എന്ത് കാണപ്പെടുന്നത്?
ഈ ബോണുകളെ ഏത് ബോണുകളാണ് കാണപ്പെടുന്നത്? ഗ്ലൈഡിംഗ് ജോയിൻറ്റുകളെ കാണപ്പെടുന്നത്. എനിക്ക് തോന്നുന്ന ഈ ജോയിൻ്റ് എന്ന് പറയുന്ന ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഏതാണ്? ടേബിൾ 4.4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ് അല്ലെങ്കിൽ അസ്ഥിസന്ധികൾ എന്നുള്ള പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പേജ് നമ്പർ എത്രയാണ്? 102-ാമത്തെ പേജിൽ ആ ചിത്രത്തോടു കൂടി തന്നിരിക്കുന്ന ആ ബോക്സാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, വി വിൽ ഗോ ടു അനദർ വീഡിയോ.